ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രൻ്റെ ഉച്ചസ്ഥിതിയെ പറ്റിയാണ്. ശുക്രൻ ഫെബ്രുവരി മാസം 27 രാഹുവിനോടൊപ്പം മീനത്തിൽ ഉച്ചസ്ഥനാകുന്ന ഒരു സമയമാണ്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം 2025 ജനുവരി മാസം 28 മീനം രാശിയിൽ ഉച്ചസ്ഥനായതാണ്. ഇപ്പോൾ ഫെബ്രുവരി 27 രാഹുവിനോടൊപ്പം ആ ശുക്രന് ബലം വളരെ കൂടുതൽ ലഭിക്കുന്ന ഒരു സമയമാണ്. പൊതുവേ രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ പ്രത്യേകത, അത് മറ്റുള്ള ഗ്രഹങ്ങൾ രാഹുവിനോടൊപ്പം നിൽക്കുമ്പോൾ ആ ഗ്രഹങ്ങളുടെ ശക്തി കുറയുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം എപ്പോഴൊക്കെയാണോ രാഹുവിനോടൊപ്പം ഉച്ചസ്ഥനാകുന്നത്, ആ സമയം വളരെയധികം ബലം ലഭിക്കുകയും ഏതൊക്കെ രാശിക്കാർക്കാണോ ആ സമയത്ത് ആ ശുക്രൻ്റെ സ്ഥിതി അനുകൂലമായിട്ടുള്ളത്, അവരെ സംബന്ധിച്ച് വളരെ ഈശ്വരാനുഗ്രഹവും സൗഭാഗ്യങ്ങളും യോഗഫലങ്ങളും ലഭിക്കുന്ന സമയവുമാണ്. രാഹു എന്ന് പറയുന്നത് ബ്രഹ്മാണ്ഡമാണ്. എല്ലാത്തിനെയും വളരെ വലുതാക്കി നൽകുന്ന ഒരു ഗ്രഹമാണ് രാഹു. രാഹുവിനോടൊപ്പമാണ് ഫെബ്രുവരി 27 മുതൽ രാഹുവിനോടും ബുധനോടും ഒപ്പം ശുക്രൻ ഉച്ചസ്ഥനായിട്ട് മെയ് മാസം 5 വരെ നിലകൊള്ളുന്ന ഒരു സമയമാണ്. ഇത് 12 രാശികളിൽപ്പെട്ട ഒരു 8 രാശിക്കാരെ സംബന്ധിച്ച് വളരെ അപൂർവമായിട്ടുള്ള ഒരു ഭാഗ്യം, യോഗം ലഭിക്കുന്ന സമയമാണ്. പൊതുവെ ശുക്രൻ ഉച്ചസ്ഥനാകുന്നത് ചില സമയങ്ങളിൽ ഒരു 20-25 ദിവസമോ അല്ലെങ്കിൽ ചില സമയം 40-45 ദിവസമോ ഒക്കെ ഉച്ചസ്ഥനാകും. എന്നാൽ വളരെയധികം വർഷങ്ങൾക്ക് ശേഷമാണ് ശുക്രൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അതിനാൽ ഫെബ്രുവരി 27 മുതൽ മെയ് മാസം 5 വരെ രാഹുവിനോടൊപ്പം ആ മീനം രാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ശുക്രൻ 12 രാശികളിൽപ്പെട്ട ഒരു 8 രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് വലിയ നേട്ടങ്ങൾ, ഗുണഫലങ്ങളാണ് നൽകുന്നത്. ജനുവരി 28 മുതൽ ശുക്രൻ ഉച്ചസ്ഥനായെങ്കിലും ആ ശുക്രൻ്റേതായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടങ്ങൾ, യോഗങ്ങൾ ഫെബ്രുവരി 27 മുതലായിരിക്കും പലർക്കും അനുഭവത്തിൽ വരുന്നത്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്ന 8 രാശികളിൽപ്പെട്ട വ്യക്തികളും നിങ്ങളുടെ ജനന ജാതകപ്രകാരം ആർക്കെങ്കിലും ശുക്രദശ നടക്കുന്നവരുണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശുക്രൻ്റെ അപഹാരമാണോ എന്നൊക്കെ ഒന്ന് നോക്കുക. ശുക്രൻ ശുഭനാണോ പാപനാണോ എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വളരെ ഉത്തമവുമായിരിക്കും. ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശുക്രൻ രാഹുവിനോടൊപ്പം ഉച്ചസ്ഥനാകുന്ന ഈ ഒരു സമയം വളരെ ഉത്തമമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു നന്മ ലഭിക്കുന്നതിന് ഒരുപാട് കാലത്തിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് വർഷത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ കുറച്ച് സമയങ്ങൾ മതിയാകും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ. നിങ്ങളെ സംബന്ധിച്ച് രാഹുവിനോടൊപ്പം ശുക്രൻ ഉച്ചസ്ഥനാകുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വരുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ, വലിയ നന്മകൾ, ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ വന്നു ചേരും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി അനുഭവത്തിൽ വരുന്ന സമയം. കാലാകാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയമാണ്. നിങ്ങൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു കണ്ടകശനി കാലഘട്ടത്തിൽ അനുഭവിച്ചു വന്ന പല ബുദ്ധിമുട്ടുകളും ദുഃഖ ദുരിതങ്ങളും ഒക്കെ വിട്ടൊഴിയുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവും കൂടെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി ശുക്രൻ ലൗകിക ജീവിതത്തിന് അത്രമേൽ ഉത്തമനായ ഗ്രഹമായതുകൊണ്ടും ഇടവം രാശിക്കാരായ നിങ്ങളുടെ രാശിയുടെ അധിപനായതുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പൂർണ്ണ വിജയം ലഭിക്കുന്ന സമയം. എല്ലാവിധ നന്മകളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം പാഴ്ചിലവാകാതെ അത് നിങ്ങൾക്കൊരു സമ്പാദ്യം, സേവിങ്സ് ആകുന്ന തരത്തിൽ അത് മാറുന്ന ഒരു അനുഭവം. നിങ്ങളുടെ കൈകളിലേക്ക് പണം ധാരാളമായിട്ട് വന്നു ചേരുക, അതുമൂലം നിങ്ങളുടെ ജീവിതത്തിലെ പല ക്ലേശങ്ങൾക്കും പല ബുദ്ധിമുട്ടുകൾക്കും ഒരു മാറ്റമുണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന കടബാധ്യതകൾ, അങ്ങനെയുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറുന്ന തരത്തിൽ നല്ല അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം. നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന എതിർപ്പുകളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സമയം. ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. കേസ് വഴക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും ഇടവം രാശിക്കാരുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ടുമാറി പലതും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരവസ്ഥയിൽ ലഭിക്കുന്ന സമയവുമാണ്. എല്ലാ തരത്തിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, ഗുണഫലങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ ഒരു ശുക്രൻ രാഹുവിനോടൊപ്പം ഉച്ചസ്ഥനായിട്ട് വരുന്ന സമയം ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളുടെയും, സ്ത്രീ പുരുഷ ഭേദമന്യേ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ നന്മകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു സമയത്തെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തി തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ പ്രവർത്തിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ച കാര്യങ്ങൾ പോലും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുനരാരംഭിച്ച് അതൊക്കെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ പൂർണ്ണമായി ഇടവം രാശിക്കാർക്ക് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന സമയമാണ്. ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ശുക്രൻ ഉച്ചസ്ഥനായിട്ട് രാഹുവിനോടൊപ്പം നിൽക്കുന്ന ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റ് ചേഞ്ച് എന്നൊക്കെ പറയുന്നത് പോലെ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ഒരു ശുക്രൻ്റെ സ്വാധീനം വളരെയധികം അനുഭവത്തിൽ വരും. ശുക്രൻ നിങ്ങൾക്ക് അത്രമേൽ ശുഭനായിട്ടുള്ള ഒരു ഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മെയ് 5 വരെയുള്ള ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും എല്ലാ നന്മകളും ലഭിക്കുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനരാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും സമയം നിങ്ങൾക്ക് വളരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ശുക്രൻ രാഹുവിനോടൊപ്പം ഉച്ചസ്ഥനാകുന്ന ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വളരെ വലിയ രീതിയിൽ വന്നു ചേരും. ഈശ്വരാനുഗ്രഹം തന്നെയാണ് ഭാഗ്യവും. ഈശ്വരാനുഗ്രഹം കൊണ്ട്, ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം. മിഥുന രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിലവുകളെന്ന് പറഞ്ഞാൽ ശുഭ ചിലവുകൾ വന്നു ചേരുന്ന സമയമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. ഈ ഒരു സമയം പല വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി വാങ്ങുവാൻ, ഗൃഹം വാങ്ങുവാനുള്ള യോഗമൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം കുറിക്കുവാനുള്ള ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. പലർക്കും ആഗ്രഹിച്ച വണ്ടി വാഹന യോഗങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായി ചില മംഗളകാര്യങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കുന്ന അവസ്ഥ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹം പോലെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം. അതുപോലെ യാത്രകൾ ധാരാളമായിട്ട് മിഥുനരാശിക്കാർക്ക് അനുഭവത്തിൽ വരും. നിങ്ങളെ സംബന്ധിച്ച് വിദേശ യാത്ര, വിദേശ ജോലി, ഇതിനൊക്കെയുള്ളൊരു ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ്. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങളോ തീർത്ഥാടന സ്ഥലങ്ങളോ ഒക്കെ സന്ദർശിക്കാനുള്ള യോഗവും അപ്രതീക്ഷിതമായിട്ട് ഈ സമയത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പൂർവികപരമായിട്ട് ലഭിക്കേണ്ട എന്തെങ്കിലും ഭൂമിയോ അല്ലെങ്കിൽ സ്വത്ത് വകകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൈകളിലേക്ക് വന്നു ചേരുക. അതുപോലെ പൂർവികപരമായിട്ട് ലഭിച്ച മണ്ണിൽ ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാവുക. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ സന്താന ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ മിഥുന രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ സന്താനങ്ങൾക്ക്, കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള നന്മകൾ കാണാൻ പറ്റുന്ന സമയം. അവരുടെ ഉയർ വിദ്യാഭ്യാസം, അതുപോലെ അവർ പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുന്നത് കാണാനുള്ള ഭാഗ്യം, അവരുടെ വിവാഹം നടക്കുന്നതിനുള്ള ഒരു ഭാഗ്യം, അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്ന സന്താനങ്ങളെ ഈശ്വരൻ നൽകുന്നത്, ഇങ്ങനെയുള്ള നല്ല നല്ല ഗുണാനുഭവങ്ങൾ കാണുവാനുള്ള ഭാഗ്യം മിഥുനരാശിക്കാരായ മാതാപിതാക്കൾക്ക് വന്നു ചേരും. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്കും ഒരുപാട് സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന തരത്തിലാണ് അനുഭവങ്ങൾ ലഭിക്കുക. ഈ ഒരു ശുക്രൻ ഉച്ചസ്ഥനാകുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളൊക്കെ മിഥുനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും.
അതുപോലെ തന്നെ കർമ്മ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഒരുപാട് നാളുകളായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു മാറ്റം വേണം, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണ്. അതല്ലെങ്കിൽ ഒരു പുതിയൊരു തൊഴിൽ തുടങ്ങണം, ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കണം എന്നൊക്കെ കരുതിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സമയം വളരെ അനുകൂലമാണ്. ഈ സമയത്ത്, അതായത് മെയ് 5 വരെയുള്ള ഒരു സമയത്ത്, ഫെബ്രുവരി 27 മുതൽ മെയ് 5 വരെയുള്ള ഒരു സമയത്ത് നിങ്ങളുടെ കർമ്മത്തിൽ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായിട്ട് പരിശ്രമിച്ചോളൂ. വളരെ പെട്ടെന്ന് നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ കർമ്മ മേഖലയിൽ അനുഭവത്തിൽ വരും. ഒരുപാട് കാലങ്ങളായി ഒരു പ്രൊമോഷന് അല്ലെങ്കിൽ ഒരു സ്ഥാനമാറ്റം, ഇടം മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് ശ്രമിച്ചാലും സമയം വളരെ ഉത്തമമാണ്. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങൾ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതിന് അവർ ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്ന ഒരു സമയവും. ഈ ഒരു സമയം മിഥുനം രാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ശുക്രദശ നടക്കുന്നുണ്ടോ, ശുക്രൻ്റെ അപഹാരമാണോ, ശുക്രൻ ശുഭനാണോ, അതല്ല മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ അപഹാരമാണോ നടക്കുന്നത് എന്നൊക്കെയൊന്ന് നോക്കി ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സമയം സർവ്വ ഐശ്വര്യങ്ങളും ആ ശുക്രരാശി മാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയം, അതായത് ഫെബ്രുവരി 27 മുതൽ മെയ് 5 വരെ ആ ശുക്രൻ രാഹുവിനോടൊപ്പം ആ മീനം രാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിലനിൽക്കുന്നത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഈ സമയത്ത് ലഭിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സുഖാനുഭവങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. അത് മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും അത്രമേൽ സുഖം അല്ലെങ്കിൽ സമാധാനം, സന്തോഷം ലഭിക്കാത്ത രാശിക്കാരാണ് കർക്കിടകം രാശിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ, നന്മകളാണ് ശുക്രൻ നൽകുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ മനസ്സിനൊരു സുഖം നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ ഈ ഒരു ശുക്രൻ ഉച്ചസ്ഥനായിട്ട് രാഹുവിനോടൊപ്പം നിൽക്കുമ്പോൾ മെയ് 5 വരെയുള്ള ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് വന്നു ചേരും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതുപോലെ രോഗദുരിതങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങൾ നടത്തി വരുന്ന ചികിത്സകൾക്ക് പൂർണ്ണ ഫലം ലഭിക്കുകയും നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ ഗൃഹസംബന്ധം, വീട് നിർമ്മാണമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ ഗൃഹനിർമ്മാണം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു സമയവും കൂടെയാണ്. അതുപോലെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാവുക, മാതാവിൽ നിന്ന് ഗുണഫലങ്ങൾ ലഭിക്കുന്ന അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം കർക്കിടകം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായിട്ട് ചെറിയ ചില ഭാഗ്യാനുഭവങ്ങൾ, നന്മകളും വന്നു ചേരുന്ന അനുഭവമാണ് ലഭിക്കുക. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വരുമാനം നിങ്ങൾക്കൊരു സമ്പാദ്യമാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള അനുഭവം ലഭിക്കും. നിങ്ങളിലേക്കൊരു സാമ്പത്തിക ഉയർച്ച, ഒരു ധനവരവ്, ഒരു പണവരവ് വന്നു ചേരുന്ന ഒരു സമയവുമാണ്. പലരെയും സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു വഴി, ഒരു മാർഗം തുറന്നു കിട്ടുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. ഈ ഒരു സമയം കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് ഒരു ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ശ്രമിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. കർമ്മസംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറും. അതുപോലെ ശുക്രൻ ലൗകിക ജീവിതത്തിന് അത്രമേൽ ശുഭത്വം നൽകുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് ദാമ്പത്യപരമായിട്ടുള്ള, അതായത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിച്ച്, അല്ലെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് കർക്കിടകം രാശിക്കാർക്ക് ആ ഒരു ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് വിട്ടുമാറുന്ന തരത്തിലുള്ള നല്ല അനുഭവവും ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സുഖം, സന്തോഷം, സമാധാനം ലഭിക്കുന്ന തരത്തിലാണ് അനുഭവം വന്നു ചേരുക. അതുപോലെ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറുന്ന അനുഭവവും വന്നു ചേരും. പൊതുവെ
നിങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ, നേട്ടങ്ങളാണ് ഈ ഒരു ശുക്രൻ രാഹുവിനോടൊപ്പം ഉച്ചസ്ഥനാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. മെയ് മാസം 5-ാം തീയതി വരെയുള്ള സമയം. ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലെ വളരെ നിർണായകമായിട്ടൊരു സമയമാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട പലർക്കും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല നല്ല മാറ്റങ്ങളുമായിരിക്കും ഈ സമയത്ത് ലഭിക്കുക. ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം, അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി, അപ്രതീക്ഷിതമായിട്ടുള്ള പണവരവ്, ധനവരവ് വന്നു ചേരുന്ന സമയം. പലർക്കും പലതരത്തിലുള്ള അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മറികടന്ന് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഒരു ഭാഗ്യമാണ് വന്നു ചേരുക. അതുപോലെ വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്ന കർക്കിടകം രാശിക്കാരുണ്ടെങ്കിൽ ഈ ഒരു സമയം ധൈര്യമായി അതിനുവേണ്ടി പ്രയത്നിച്ചോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിദേശ ജോലിയിലേക്കൊക്കെ എത്തിച്ചേരാനും വിദേശവാസത്തിനുമൊക്കെ യോഗ്യതയുള്ള സമയമാണ്. അതുപോലെ ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന കർക്കിടകം രാശിക്കാരുണ്ടെങ്കിൽ പുനർവിവാഹത്തിനും നിങ്ങളെ സംബന്ധിച്ച് കാലം വളരെ അനുകൂലമാണ്. അതുപോലെ ആദ്യ വിവാഹത്തിന് തയ്യാറെടുക്കുന്നവർക്കും അനുയോജ്യരായ ജീവിത പങ്കാളികളെ ഈ ഒരു സമയത്ത് ലഭിക്കും. കാരണം ശുക്രൻ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, ഗുണഫലങ്ങളാണ് നൽകുന്നത്. ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ, മാറ്റങ്ങളാണ് കർക്കിടകം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വന്നു ചേരുന്നതും. ഭാഗ്യാനുഭവം എന്ന് പറയുമ്പോൾ പലർക്കും പലതരത്തിലാണ്. അത് അവരവരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിങ്ങളിലേക്ക് അത് വന്നു ചേരുകയും ചെയ്യും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രൻ രാഹുവിനോടൊപ്പം ഉച്ചസ്ഥനാകുന്ന കാലഘട്ടങ്ങൾ എല്ലാ നന്മകളും ലഭിക്കുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ രാഹുവിനോടൊപ്പം ഉച്ചസ്ഥനാകുന്ന സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുന്നത്. ആദ്യം കന്നിരാശിക്കാർക്ക് എടുത്തു പറയേണ്ട കാര്യം ധനപരമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കും. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു കന്നിരാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുന്നതിനുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കടബാധ്യതകൾ, ആ സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തക്ക തരത്തിലുള്ള ഒരു ധനാഭിവൃദ്ധി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ ഒരു ശുക്രൻ ഉച്ചസ്ഥനാകുന്ന ഒരു സമയം. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സുഖം, സന്തോഷം, സമാധാനം നൽകുന്ന അങ്ങനത്തെ ഒരു അനുഭവമായിരിക്കും വന്നു ചേരുക. അത് ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിൽ ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും വിട്ടുമാറി പരസ്പരം ഒരു അന്യോന്യം, ഒരു സ്നേഹം, ഒരു പരിഗണനയൊക്കെ ലഭിക്കുന്ന സമയവും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ ഉള്ള നല്ല അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. അതുപോലെ കുടുംബത്തിൽ സ്വന്തം ബന്ധങ്ങളുമായിട്ടാണെങ്കിലും സഹോദരങ്ങളുമായിട്ടൊക്കെ ആണെങ്കിലും നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും, പ്രതിസന്ധികളും, പ്രശ്നങ്ങളുമൊക്കെ നിങ്ങളെ പൂർണ്ണമായി വിട്ടുമാറി ആ കുടുംബത്തിൽ ഒരു മംഗളകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരവസ്ഥ വന്നു ചേരും. അതുപോലെ കന്നിരാശിയിൽപ്പെട്ട പലർക്കും ഈ ഒരു സമയം നിങ്ങളുടെ കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. വിവാഹം, ഗൃഹപ്രവേശം, അതുപോലെ സന്താനഭാഗ്യം, ഇങ്ങനെ പല നന്മകളും നല്ല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആ തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറും. കന്നിരാശിക്കാരെ സംബന്ധിച്ച് മനസ്സിനും ശരീരത്തിനും ഒരാശ്വാസം, ഒരു സമാധാനം നൽകുന്ന തരത്തിൽ നല്ല നല്ല ഭാഗ്യാനുഭവങ്ങൾ, ഗുണഫലങ്ങളാണ് ഈ ഒരു സമയത്ത് കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട, നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മതിപ്പും ഒരു ബഹുമാനവും ലഭിക്കുന്ന അനുഭവമാണ് വന്നു ചേരുക. അതുപോലെ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ആ സമയത്ത് അത് പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്ന ഒരു ഏറ്റവും നല്ല സമയം, ഒരു കാലമാണ്. സാമ്പത്തികപരമായിട്ട് വളരെ മാറ്റങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ കന്നിരാശിക്കാർക്ക് വന്നു ചേരും. നിങ്ങളുടെ പ്രയത്നങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണ ഫലം, ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ശുക്രൻ ലൗകിക ജീവിതത്തിന് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമായതുകൊണ്ട് പ്രത്യേകിച്ച് കന്നിരാശിക്കാരായ ദമ്പതികളെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളിൽ നിന്നും ഉള്ള ഒരു മാറ്റമാണ് ഈ ഒരു ശുക്രൻ നിങ്ങൾക്ക് നൽകുന്നത്. അത് നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, വളരെ വലിയ നന്മകൾ ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് നൽകും. ഒരുപാട് കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റവും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ നയിച്ചു പോകുവാൻ തക്ക തരത്തിൽ നല്ല ഒരു വഴി നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ്.
കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം വളരെയധികം സ്വാധീനമുണ്ടാക്കും. ഈ ഒരു സമയം നിങ്ങളതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ആരോഗ്യപരമായ മുന്നേറ്റം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നുള്ള മാറ്റങ്ങളൊക്കെ ഈ ശുക്രരാശി മാറ്റം നൽകും. നിങ്ങൾക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾക്കനുസരിച്ച് ഒരു ജീവിത വിജയം നൽകുന്ന തരത്തിലാണ് ശുക്രരാശി മാറ്റം അനുഭവത്തിൽ വരുന്നത്. പരമാവധി ഇതിനെയൊക്കെ പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ശുക്രൻ രാഹുവിനോടൊപ്പം ഉച്ചസ്ഥനാകുന്ന ഫെബ്രുവരി 27 മുതൽ മെയ് 5 വരെയുള്ള ഒരു കാലഘട്ടം വളരെ ഉത്തമമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറുന്നു എന്നുള്ളതാണ് ഈ ഒരു ശുക്രൻ രാഹുവിനോടൊപ്പം ഉച്ചസ്ഥനാകുന്നത് കൊണ്ട് ലഭിക്കുന്നത്. അതായത് കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് അതിനെയൊക്കെ നല്ല രീതിയിൽ ഒരു മനസ്സമാധാനത്തോടു കൂടി മറികടന്ന് മുന്നോട്ട് പോയി ആ ജീവിതം ഒരു വിജയത്തിലേക്ക് എത്തിക്കുവാൻ തക്ക തരത്തിലുള്ള നല്ല മാർഗങ്ങൾ, വഴികൾ നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും. അത് എത്ര വലിയ കടബാധ്യതകൾ, പ്രതിസന്ധികളാണെങ്കിലും നിങ്ങളുടെ മുൻപിൽ അതിനെ അതിജീവിക്കുവാനുള്ള ഒരു വഴി തെളിയും എന്നുള്ളതാണ്. മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൽ നിരാശ, ആകുലത ഒക്കെ നൽകുന്നത്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ പോലും അതിനെ നല്ല രീതിയിൽ മറികടക്കുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഈശ്വരാധീനം വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഒരു അനാവശ്യ ശത്രുതയോടുകൂടി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ നിങ്ങളെ ഒരു ശത്രുവിനെ പോലെ കണ്ട് അനാവശ്യ എതിർപ്പുകളൊക്കെ പലർക്കും അവരവരുടെ കുടുംബങ്ങളിലോ സ്വന്തം ബന്ധങ്ങളിൽ നിന്നോ അവരവരുടെ കർമ്മ മേഖല, ചെയ്യുന്ന ജോലി, ബിസിനസ് മേഖലകളിലൊക്കെ അനുഭവത്തിൽ ലഭിക്കുന്ന പല വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ശത്രുവായിട്ട് കണ്ടുകൊണ്ടിരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന എതിർപ്പുകളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഒരു ശുക്രരാശി മാറ്റം അനുഭവത്തിൽ വരുന്നത്. എല്ലാവിധ നന്മകളും എല്ലാവിധ ഗുണഫലങ്ങളുമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുക. പ്രത്യേകിച്ച് മറഞ്ഞിരിക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ മനസ്സിന് ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന തരത്തിലാണ് അനുഭവങ്ങൾ ലഭിക്കുക. പലർക്കും അപ്രതീക്ഷിതമായിട്ടൊരു പണവരവ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന സമയമാണ്. കാലാകാലങ്ങൾക്ക് മുൻപ് നിങ്ങൾ കൊടുത്ത പണം തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയിരുന്ന പണം പോലും നിങ്ങളെ തേടി വരുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. അതൊക്കെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഒക്കെ വിട്ടുമാറുന്ന അനുഭവം. ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തുലാം രാശിക്കാരുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം, മാറ്റമാണ് ശുക്രരാശി മാറ്റം നൽകുന്നത്. ശുക്രൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ ആ ലൗകിക ജീവിതത്തിൽ, നമ്മുടെ ലൗകിക ജീവിതത്തിന് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹവും. തുലാം രാശിയിൽപ്പെട്ടവർക്ക് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശുക്രൻ, പൂർണ്ണ ശുഭൻ. തുലാം ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപതിയും. അങ്ങനെയുള്ള ശുക്രൻ രാഹുവിനോടൊപ്പം ഉച്ചസ്ഥനാകുമ്പോൾ തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ പൂർണ്ണതയിലെത്തുന്ന, സഫലീകരിക്കുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങാം. അതിൽ നിങ്ങൾക്ക് പൂർണ്ണ വിജയമുണ്ടാകും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മുൻപിൽ ഓരോ വഴികളായിട്ട് തുറന്നു കിട്ടും. അതാണ് മറഞ്ഞിരിക്കുന്ന നന്മകൾ, മറഞ്ഞിരിക്കുന്ന നേട്ടങ്ങളെന്ന് പറയുന്നത്. നിങ്ങളൊരു 10% പരിശ്രമിച്ചാൽ 100% നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്ന ഫലം. അപ്രതീക്ഷിതമായിട്ടുള്ള പണവരവ്, അതുപോലെ ആരോഗ്യപരമായ മുന്നേറ്റം, ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, മനസ്സിന് സന്തോഷം, സുഖം, സമാധാനം നൽകുന്ന തരത്തിലാണ് ഈ ഒരു ശുക്രരാശി മാറ്റം തുലാം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഫെബ്രുവരി 27 മുതൽ മെയ് 5 വരെയുള്ള സമയം. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് നോക്കി ശുക്രൻ്റെ സ്ഥിതിയും ഭാവവും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക്
ശുക്രൻ രാഹുവിനോടൊപ്പം മീനം രാശിയിൽ ഉച്ചസ്ഥനാകുന്നത് വളരെയധികം നേട്ടങ്ങൾ, ഗുണഫലങ്ങളാണ് നൽകുന്നത്. ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് വ്യാഴം. ആ വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലാണ് ശുക്രൻ രാഹുവിനോടൊപ്പം ഉച്ചസ്ഥനായിട്ട് സഞ്ചരിക്കുന്നത്. ഈ ഒരു സമയം ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ ഒക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് വളരെയധികം വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന തരത്തിലാണ് നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മത്തിൽ, നിങ്ങളുടെ ജോലിയിലൊക്കെയുള്ള പല പ്രയാസങ്ങളും തടസ്സങ്ങളുമൊക്കെ ഈ ഒരു സമയം വിട്ടുമാറും. അതുപോലെ ലൗകികപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഒരു നല്ല മാറ്റം ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ നിങ്ങൾക്ക് ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. അല്ലെങ്കിൽ തൽക്കാലം ഇപ്പോൾ രണ്ട് വീട്ടിലാണ് ഒരു താൽക്കാലിക വേർപിരിവിലൊക്കെ നിൽക്കുന്ന ദമ്പതികളുണ്ടെങ്കിൽ ഈ ഒരു ശുക്രരാശി മാറ്റം, ശുക്രൻ രാഹുവിനോടൊപ്പം ഉച്ചസ്ഥനാകുന്ന ഫെബ്രുവരി 27 മുതൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. എത്ര വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ ദാമ്പത്യ ജീവിതത്തിൽ കടന്നു പോകുന്നവരാണെങ്കിലും അതൊക്കെ പരസ്പരം സംസാരിച്ച് പരിഹരിച്ച് നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു ഐക്യം, ഒരു ഈശ്വരാനുഗ്രഹം വന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സഹായിക്കും. ഒരു വേർപിരിവിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ ഒരു നല്ല മാറ്റം, ഗുണഫലം ജീവിതത്തിൽ വന്നു ചേരും. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന പരിശ്രമങ്ങൾ, കാലതാമസങ്ങളൊക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള ഒരു മംഗല്യഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. അതുപോലെ പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന ധനുരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്കും ഈ ഒരു ശുക്രൻ്റെ ഈ ഒരു ഉച്ചസ്ഥനാകുന്ന രാഹുവിനോടൊപ്പം മീനത്തിൽ ഉച്ചസ്ഥനാകുന്ന ഈ കാലഘട്ടം വളരെ വളരെ അനുകൂലമാണ് ആ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ. പ്രത്യേകിച്ചും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക, നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണ വിജയം ഉണ്ടാവുക, പല കാര്യങ്ങളിലും നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലതാമസം, തടസ്സങ്ങൾ ഇതൊക്കെ വിട്ടുമാറി നിങ്ങൾക്കൊരു സുഖം, സമാധാനം, സന്തോഷം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാകും വന്നു ചേരുക. അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ അനുഭവിക്കുന്ന ധനുരാശിക്കാരുണ്ടെങ്കിൽ ആ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറുക. അതുപോലെ ഗൃഹനിർമ്മാണപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാവുക. കഴിഞ്ഞ സമയത്ത് നിങ്ങളൊരു വീട് നിർമ്മാണം ആരംഭിച്ച് അത് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനുള്ള ഒരു മാർഗം വന്നു ചേരും. അതുപോലെ നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മാറി മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് മാതാവിനാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ ലഭിക്കുന്ന ഒരു സമയവും. ഈ ഒരു സമയം ധനുരാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ സമയത്ത് ലഭിച്ച ഒരു അനുഭവമായിരിക്കില്ല ഫെബ്രുവരി 27 മുതൽ നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ധനവരുമാന മാർഗം ഏതാണോ അതിൽ കൂടെ നിങ്ങൾക്ക് ധാരാളം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ഒരു ധനവരവ്, ഒരു പണവരവ് വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ, സ്വരൂപിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരു നല്ലൊരു മാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യതയൊക്കെ തെളിഞ്ഞു വരും. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ചില നല്ല മാറ്റങ്ങൾ, ചില നല്ല ഗുണഫലങ്ങൾ ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ആശുപത്രി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അതിനുവേണ്ടി പണം ചിലവഴിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി ആരോഗ്യമൊക്കെ നിങ്ങൾക്ക് പൂർണ്ണസ്ഥിതിയിൽ ലഭിക്കുന്ന ഒരു സമയവുമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് നല്ല മാറ്റങ്ങൾ, നല്ല നേട്ടങ്ങൾ, നല്ല ഗുണഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ശുക്രൻ ഉച്ചസ്ഥനാകുന്ന ഈ ഒരു സമയത്ത് വന്നു ചേരും. ഈ സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. അതുപോലെ നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഇപ്പോൾ ശുക്രദശ നടക്കുന്നു അല്ലെങ്കിൽ ശുക്രൻ്റെ അപഹാരമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പൊതുവേ ശുക്രൻ എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതത്തിന് അത്രമേൽ ഗുണഫലം നൽകുന്ന ഗ്രഹമാണ്. ഈ ഗ്രഹം ഇത്രയും നല്ല രീതിയിൽ ഉച്ചസ്ഥനായിട്ട് രാഹുവിനോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ വലിയ മാറ്റങ്ങൾ, നന്മകൾ, നേട്ടങ്ങളൊക്കെ ധനുരാശിക്കാർക്ക് നൽകും.
ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ധനരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സമയം സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മകൾ, നേട്ടങ്ങളൊക്കെയാണ് രാഹുവിനോടൊപ്പം ശുക്രൻ ഉച്ചസ്ഥനാകുന്ന ഈ ഒരു സമയം അനുഭവത്തിൽ വരുന്നത്. മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത്രമേൽ സമയം അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. മകരരാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അത് അത്രമേൽ ഒരു ഒറ്റ വാക്കിലൊന്നും പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല. പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു വന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ലൗകിക ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ, ഈ ജീവിതം തന്നെ മടുത്തു എന്നുള്ളൊരവസ്ഥയിൽ എത്തിച്ചേർന്ന മകരം രാശിക്കാരും കുറവല്ല എന്നുള്ളതാണ് സത്യം. അത്രമേൽ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് പലതരത്തിലുള്ള കഠിന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പരീക്ഷണങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അത് കുടുംബ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും, ചെയ്യുന്ന അവരവരുടെ ജോലിയിലാണെങ്കിലും, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും, എല്ലാ കാര്യങ്ങളിലും, ആരോഗ്യപരമായിട്ടാണെങ്കിലും, എല്ലാ രീതിയിലും ജീവിതത്തിൻ്റെ ആ ഒരു സത്യം അത്രമേൽ തിരിച്ചറിഞ്ഞ വേറെ രാശിക്കാർ കാണില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ച് അതുപോലെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവിടെ ഏഴരശനി കാലഘട്ടത്തൊക്കെ അനുഭവിച്ചു വന്നത്. ഏഴരശനിയും വിട്ടുമാറാൻ പോകുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നന്മയുടെ തുടക്കം എന്ന് തന്നെ ഇതിനെ പറയാം. അത്രമേൽ സമയം അനുകൂലമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചതിന് നേർവിപരീതമായിട്ടുള്ള നല്ല നല്ല ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ആദ്യം എടുത്തു പറയേണ്ടത് കർമ്മസംബന്ധമായിട്ട് വളരെ വലിയ മാറ്റങ്ങളാണ് മകരം രാശിക്കാരെ കാത്തിരിക്കുന്നത്. ഒരു ജോലി നഷ്ടപ്പെട്ട് ജോലി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു നല്ല ജോലി ഉടനെ ലഭിക്കും. ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ. വിദേശ ജോലി, വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരും. അതുപോലെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ വളരെ വലിയ മാറ്റങ്ങൾ, നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരും. പുതിയ തൊഴിൽ, പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ പലർക്കും സാധിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാകും. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ സ്വത്തുവകകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നു ചേരും. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക്, സന്താനങ്ങൾക്ക് എന്തൊക്കെ നന്മകളാണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്യാൻ നിങ്ങളാൽ സാധിക്കും. അത്രമേൽ ഈശ്വരാനുഗ്രഹമുണ്ട്. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങളുടെ മനസ്സിന് സന്തോഷം, സുഖം നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങളുണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള സമയം സ്വന്തമായ ഭൂമി, ഗൃഹം ഇതിനൊക്കെയുള്ള യോഗം ഉള്ള സമയമാണ്. അതുപോലെ പൂർവികപരമായിട്ട് ലഭിക്കുന്ന മണ്ണിൽ ഒരു ഗൃഹം നിർമ്മിക്കാനുള്ള ഭാഗ്യം വന്നു ചേരും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണമൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അങ്ങനെ എല്ലാ തരത്തിലും വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് പറയേണ്ട ഏറ്റവും വലിയ ഗുണഫലമെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനൊരു സന്തോഷവും സമാധാനവും സുഖവും ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും, പ്രതിസന്ധികളും, ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സം, കാലതാമസം വിട്ടുമാറും. അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളികളെ ലഭിക്കും. എല്ലാ തരത്തിലും നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യം, സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്നതാണ് ഈ ഒരു ശുക്രരാശി മാറ്റം. നിങ്ങളുടെ ലൗകിക ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ചു വന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കും ഒരു മാറ്റം, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ അധ്യായം എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ശുഭച്ചിലവുകളാണ് ഇനി മുന്നോട്ട് വന്നു ചേരുന്നത്. തീർച്ചയായിട്ടും ചിലവുകൾ ഉണ്ടാകും. അതൊക്കെ ശുഭച്ചിലവുകളായിരിക്കും. നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുകയും ചെയ്യും. ശുഭച്ചിലവ് നടത്തണമെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള പണവരവ് വന്നു ചേരണം. അത്രമേൽ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഏഴരശനി കൂടെ പൂർണ്ണമായി വിട്ടുമാറുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജനന ജാതകം തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കണം. ജാതകവശാൽ ഇപ്പോൾ നടക്കുന്ന ദശ, അതുപോലെ ശുക്രദശ ആരംഭിച്ചവരുണ്ടോ, ശുക്രദശ ആർക്കെങ്കിലും നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശുക്രൻ്റെ അപഹാരമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. മകരം രാശിക്കാരെ സംബന്ധിച്ച് സർവ്വൈശ്വര്യങ്ങൾ ലഭിക്കുന്ന ഒരു നല്ല കാലത്തിൻ്റെ തുടക്കമാണ്. പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക്
ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥനാകുന്നത് നിങ്ങളുടെ ധനസ്ഥാനത്താണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ധനപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിങ്ങൾക്ക് വിട്ടുമാറുമെന്നുള്ളതാണ്. വളരെയധികം ധനലാഭം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നായിരിക്കും നിങ്ങളിലേക്ക് പണം വന്നു ചേരുന്നത്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളോ കടബാധ്യതകളിൽ കൂടെ കടന്നു പോകുന്ന ഒരു കുംഭം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക വരുമാനം, ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ 7.5 ശനി കാലഘട്ടത്തിൽ പലരുടെയും ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഒക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചവരാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു ഐക്യം, ഒരു അന്യോന്യം, ഒരു സ്നേഹം ഒക്കെ ലഭിക്കുന്ന സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും ഒക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് മാറി ഒരു സന്തോഷം, സമാധാനം വന്നു ചേരും. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും നിങ്ങളെ വിട്ടു മാറുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവം, നന്മകളൊക്കെ ശുക്രൻ നൽകും. ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് കർമ്മകാരകനായിട്ടുള്ള ഗ്രഹമാണ്. കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം, ചതയം, പൂരുരുട്ട നക്ഷത്രത്തിൽ ജനിച്ച ഏതൊരു വ്യക്തിയാണോ കർമ്മസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരെ സംബന്ധിച്ച് ആ കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിട്ടുമാറും. അതായത് നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ സ്വന്തം തൊഴിൽ, ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അതിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കർമ്മ മേഖല വളരെ സുഗമമായി മുന്നോട്ട് പോവുകയും നിങ്ങളുടെ കർമ്മത്തിൽ കൂടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു സമയമാണ്. ഒരു ജോലി ഇല്ലാതിരിക്കുന്ന ഒരു കുംഭം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഈ സമയത്ത് പരിശ്രമിച്ചോളൂ, നല്ലൊരു ജോലി ലഭിക്കും. അതുപോലെ വിദേശ ജോലി, വിദേശവാസത്തിനും നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മെയ് മാസം 5-ാം തീയതി വരെയാണ് ഈ ശുക്രൻ ഉച്ചസ്ഥൻ രാഹുവിനോടൊപ്പം ആകുന്നതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വളരെ വലിയ മാറ്റങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ നൽകും. അതുപോലെ നിങ്ങൾക്കും ഒരു സുഖം, സമാധാനം, സന്തോഷം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഒരു ഗ്രഹം കൂടെയാണ്. അപ്പോൾ ശുക്രൻ രാഹുവിനോടൊപ്പം ഉച്ചസ്ഥനാകുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സുഖം, സമാധാനം, സന്തോഷം വന്നു ചേരും. അതായത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ള വ്യക്തികളാണെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുമ്പോൾ ശരീരത്തിനൊരു ഉണർവും ഒരാരോഗ്യവും ഉന്മേഷവും ലഭിക്കും. അതുമൂലം മനസ്സിനും ഒരു സന്തോഷം, സമാധാനം വന്നു ചേരും. മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അലച്ചിലുകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതിനൊരു മാറ്റം വരുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം, ധൈര്യമൊക്കെ വന്നു ചേരും. അങ്ങനെ കുംഭം രാശിക്കാരെ സംബന്ധിച്ചും വളരെയധികം ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, സുഖം, സമാധാനമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. 7.5 ശനിയുടെ അവസാന കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഒരു ശുക്രൻ്റെ ഉച്ചസ്ഥിതി, പ്രത്യേകിച്ച് രാഹുവിനോടൊപ്പം, അത് നിങ്ങളിൽ വളരെയധികം സ്വാധീനം ഉണ്ടാക്കും. അതിനെയൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോവുക. കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ ഒരു സമയം സ്വന്തം ജനനജാതകം നോക്കി ശുക്രദശയാണോ, ശുക്രൻ്റെ അപഹാരമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ സ്വന്തം ജനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകുന്നതും ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.